നായിന്റെ മോനെ. ഇങ്ങോട്ട് വാടാ പന്ന കഴിവറടാ മോനെ. നിന്നെ ഇനി അവിടെ ഇവിടെ കണ്ട വണ്ടി കയറ്റി ഞാൻ കൊല്ലും കേട്ടോ. കൊല്ലുവട പട്ടി. തൊട്ടുപോകരുത്, കഴുത്ത് ഞാൻ വിട്ടു. അത്രയ്ക്കായോടി നായേ. ഒരുപാട് വർഷമായി ഞാൻ അനുഭവിക്കുന്നു. ഇപ്പൊ എനിക്ക് എന്റെ മോള് മാത്രമുള്ള ഒരു ആശ്വാസം. അത് നിങ്ങൾ കാരണം നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കൊല്ലിക്കാൻ നിങ്ങളെ. നീ എന്നെ ഒലത്തും. കഴിവേറട മോളെ, പാല് തന്ന കൈക്ക് തന്നെ നീ കടിക്കും. അല്ലടി കൊല്ല്, എന്നെ കൊല്ല്, മോളെ കൊല്ല്, എന്നിട്ട് നിങ്ങൾ ജീവിക്കേ. നിന്നെ കൊല്ലില്ല, നിന്റെ മോളെ എനിക്ക് തന്നു. അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല. പിന്നെ നീ ഇവളെയും കൂട്ടി എന്നാ ചെയ്യാനാ ഭാവം? നിന്നെ പോലെ വേശ്യാക്കണം. നീയോ വേശ്യ. ഇനി എന്നെ അങ്ങനെ വിളിച്ചു പോകരുത്. ആ നാവും ഞാൻ അരിഞ്ഞോളയും. 12 വർഷമായി ഞാനിത് കേൾക്കാൻ തുടങ്ങിയിട്ട്. ഓഹോ, വേശ്യ എന്നുള്ളതിന്റെ അർത്ഥം നിനക്ക്? എടീ, ഒന്നിലധികം പുരുഷന്മാരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഏതൊരു സ്ത്രീയും വേശ്യാടി, വേശ്യ. അതാണായാലും ശരി, പെണ്ണായാലും ശരി. പിന്നെ കണ്ടവന്മാരുടെ ഒക്കെ കൂടെ പോയി കൊച്ചിനെ ഉണ്ടാക്കി വന്ന നിന്നെ വേശ്യ എന്നല്ലാതെ പിന്നെ ശീലാവതി വിളിക്കടി. മിണ്ടിപ്പോവരുത്, കൊന്ന് പട്ടിക്ക് കൊടുക്കും. വല്ലവന്റെ കൊച്ചിനെ ചുമന്നുകൊണ്ട് വീട്ടിൽ കയറി വന്നപ്പോ എന്തൊരു കഷ്ടാണിത്. ഇവിടെ മാത്രമേ ഉള്ളൂ ആണായിട്ടുള്ളത്. താൻ എന്ത് വക്കീലാണോ? അതെങ്ങനെയാ? അഡ്വക്കേറ്റ് അജയൻ ഡിവോഴ്സ് കേസല്ലേ നോക്കുള്ളൂ. ഈ ഉപ്പൻ രാഘവനെ നിലക്കിരുത്താൻ പേടിയല്ലേ? എന്ത് പേടി? ഞാനൊരു 60 അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ അവനോട് മുട്ടിയാ ശരിയാകത്തില്ല. വക്കീല് ഫിറ്റ് ആവത്തെ ഏത് സമയമുള്ളേ? താൻ എന്റെ പെഗിന്റെ കണക്കെടുക്കാതെ ആ പെണ്ണുമുള്ള കൊച്ചിനെ പോയി രക്ഷിക്കാൻ നോക്ക്. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ പോയി നോക്കട്ടെ. ദേ കുമാര, സൂക്ഷിച്ചോ, വെറുതെ എനിക്ക് പണി ഉണ്ടാക്കരുതേ. നിന്നെ ശരിയാക്കി തരാവിടെ. എന്താ രാഘവ ഇത്? എന്നും ഇവിടെ പ്രശ്നമാണല്ലോ. നീ ആരാടാ ചോദിക്കാൻ? ഞങ്ങൾ അയൽക്കാർക്ക് ഇവിടെ സ്വൈരം തരില്ലേ? എന്തിനാ ഈ പാവ സ്ത്രീയും കുട്ടി എങ്ങനെ ഉപദ്രവിക്കുന്നേ? അത് ചോദിക്കാൻ നീ ആരാ പട്ടി? ഓടാ. ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എടീ,
നിന്റെ മോള് 18 വയസ്സാകട്ടെ എന്ന് കരുതിയത് എന്റെ തെറ്റ്. മതി. ഇന്ന് രാത്രി ഇവൾ എന്റെ കയ്യിൽ കിടന്ന് പെടയ്ക്കും. മതിയാവോളം ഞാനത് ആസ്വദിക്കും. അത് തടയാൻ ഈ നാട്ടിലൊരു പട്ടിക്കും കഴിയില്ല. ഇത് രാഘവനായി പറയുന്നത്, ഉപ്പൻ രാഘവൻ. അമ്മേ, മോള് വിഷമിക്കണ്ട. വാ. ചിങ്ങഞ്ചിറ ഭഗവതിയാണേ സത്യം. ഇന്ന് രാത്രി എന്റെ മോളുടെ രക്തം മോഹിക്കുന്ന ആ ദുഷ്ടന്റെ കഴുത്ത് വെട്ടി നിന്റെ മുമ്പിൽ ചോര കൊണ്ട് നിവേദ്യം അർപ്പിക്കും. ഇത് സത്യം. ഭഗവതി, ഞങ്ങൾക്ക് ആരുമില്ല. അവിടുന്ന് ദയ കാണിക്കണേ. ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ ഈ നടയിൽ കണ്ണീരൊഴുക്കുന്നു. എൻ്റെ അമ്മ പാവ. എനിക്കും അമ്മയ്ക്കും ഭഗവതി അല്ലാതെ വേറെ ആരുമില്ല. ഭഗവതി, നീ എൻ്റെ കൂടെ ഉണ്ടാവില്ലേ? ഞാനുണ്ട് മോളെ നിനക്ക്. നിന്നെ രക്ഷിക്കാൻ ഈ ലോകത്ത് ഒരേ ഒരാളേ ഉള്ളൂ, ഉപ്പൻ രാഘവൻ. എന്താടി നീ നിന്റെ തള്ളയെ പോലെ മറ്റവനോട് പൊറുക്കാൻ പോന്നോ? കഴിവറട മോളെ. നിന്നെയാണോടാ ഇത്ര കാലം ഞാൻ അച്ഛാന്ന് വിളിച്ചത്? നീ 1000 ജന്മം എടുത്താലും എന്റെ അമ്മയെ പോലെ ഒരു പെണ്ണിനെ നിനക്ക് കിട്ടില്ലടാ. അവരെ നീ കണ്ണീര് ഓടിപ്പിച്ചു. ഇപ്പൊ നിനക്ക് എന്നെ വേണല്ലടാ. വാടാ. ഡീ, നിന്റെ തള്ളയെ എനിക്ക് കിട്ടിയെങ്കിൽ നീ എനിക്ക് വെറും പുഴുവാടി, പുഴു. അടുത്ത് വരരുത്, അടുത്ത് വരരുത്. അവളുടെ അമ്മയുടെ ഒരു ചവിട്ട് നാടകം. എടീ, ഇത് ഉപ്പനാടി, ഉപ്പൻ. മായേ, എന്താ ചെയ്ത മായേ നീ? നിങ്ങൾ പോയിക്കോ, ഇനി ഇവിടെ നിൽക്കണ്ട. ഇത് ഞാൻ നോക്കിക്കോളാം. കുമാരേട്ടാ, പൊയ്ക്കോളാനല്ലേ പറഞ്ഞത്? മായേ, പോവാ. ഏ
ഉപ്പ്